അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹബീബ് ഫൈസി കോട്ടോപ്പാടം. ഞങ്ങൾ ഇന്ന് ബഹുമാന്യനായ നൗഷാദ് ബാക്കവി ഉസ്താദ് ചെയർമാനായിട്ടുള്ള സ്നേഹസാഗരം ഫൗണ്ടേഷന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസാഗരം ഫൗണ്ടേഷനിലെത്തി. കഴിഞ്ഞ 8 വർഷക്കാലത്തോളമായി സ്നേഹസാഗരത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം ബഹുമാന്യനായ നൗഷാദ് ബാക്കവി ഉസ്താദിലൂടെ അറിയാറുണ്ട്. പലപ്പോഴും അവിടെ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും പല കാരണങ്ങളാൽ അത് നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സ്വന്തമായി കണ്ടെത്തിയ സ്ഥലം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച അതിമനോഹരമായ സ്നേഹസാഗരം പ്രോജക്റ്റ് നേരിട്ട് കാണാൻ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനൊരു സംവിധാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നേരത്തെയുള്ള കാഴ്ചപ്പാടിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിരാലംബരും നിരാശ്രയരും രോഗികളും വിവിധ തരത്തിലുള്ള വൈകല്യങ്ങൾ ബാധിച്ചവരുമായ 57-ലധികം വയോവൃദ്ധരും വൃദ്ധകളുമായ പാവപ്പെട്ടവർ ജാതിമത ഭേദമന്യേ അവരുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് സ്നേഹസാഗരം അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബഹുമാന്യനായ നൗഷാദ് ബാക്കവിയുടെ കഠിനമായ പ്രയത്നത്തിലൂടെ ഒരു റിസോർട്ടിൽ ചെന്ന് താമസിക്കുന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു വൃദ്ധസദനമെന്നോ വയോജന സദനമെന്നോ തോന്നിക്കാത്ത വിധം അതിമനോഹരമായ ഗാർഡനിങ്ങും അതോടൊപ്പം തന്നെ ഒരു റിസോർട്ടിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ വിവിധ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരവസ്ഥ പാവപ്പെട്ടവർക്കുണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് സ്നേഹസാഗരത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കോട്ടോപ്പാടം MIC വിമൻസ് അക്കാഡമിയിലെ പ്രീ പ്രൈമറി TTC കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ട്രെയിനിങ് യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളവിടെ എത്തിച്ചേർന്നത്. സ്നേഹസാഗരത്തിൻ്റെ ജീവനക്കാർ വളരെ സ്നേഹസമ്പുഷ്ടമായി ഞങ്ങളെ സ്വീകരിക്കുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. അൽഹംദുലില്ലാ. ഇനിയും ഒരുപാട് മാറ്റങ്ങളും പുരോഗതികളും അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഇതുവരെ അതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകൾ നേരിട്ട് ചെന്ന് കാണുകയും രോഗികളുമായും അവിടുത്തെ അന്തേവാസികളുമായും ഒക്കെ കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യത്തിലും ജീവിത രീതികളിലും സുഖ സൗകര്യങ്ങളിലുമൊക്കെ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെക്കുറിച്ച് ഓർക്കാനും ആ നിഅമത്തുകൾ നിലനിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുമൊക്കെയുള്ള ഒരു വലിയ ഗുണപാഠം നമുക്കതിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്ത് പോകുന്ന ആളുകളൊക്കെ തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് ആറ്റിങ്ങലിൽ നിന്ന് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോയാൽ ചിറയൻകീഴിലുള്ള സ്നേഹസാഗരത്തിലെത്താൻ കഴിയും. അവിടെ സന്ദർശിക്കുകയും നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ അവിടെ ചെയ്തു കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവരും നിരാലംബരും രോഗികളും അംഗവൈകല്യവും ബുദ്ധിമാന്ദ്യവും ഒക്കെയുള്ള ആളുകളുടെ ഭക്ഷണവും താമസവും ചികിത്സയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള വിവിധ പരിശീലന പരിപാടികളിലൊക്കെ നമ്മുടേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ എല്ലാ ഉദാരമതികളും സഹകരിക്കണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നൗഷാദ് ബാക്കവി എന്ന ആ വ്യക്തിത്വത്തിൻ്റെ ഒറ്റയാൻ പ്രയത്നത്തിലൂടെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ നാട്ടിലും മറുനാട്ടിലുമൊക്കെയുള്ള പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കണ്ട് ദീനീ തൽപരരായി വന്ന ഉദാരമതികളുടെയൊക്കെ സഹായ സഹകരണത്തോടുകൂടെയാണ് സ്നേഹസാഗരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾക്കും ഉസ്താദിൻ്റെ സഹായികൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.